മലയോര കർഷകരെ സംരക്ഷിക്കുന്നതിനായി സൗരോർജ്ജ ഫെൻസിംഗ് നടപ്പിലാക്കുകയാണ് സംസ്ഥാന സർക്കാർ. വയനാട് തിരുനെല്ലിയിൽ ഇരുമ്പുപാലം മുതൽ 6 കിലോമീറ്റർ ദൂരത്തിലാണ് സോളാർ പവർ ഹാങ്ങിംഗ് ഫെൻസിംഗ് നടപ്പിലാക്കുന്നത്. ഇതുവരെ 2 കോടി രൂപ മന്ത്രി OR കേളുവിന്റെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പിലാക്കുന്നത്. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാനും മലയോര കർഷകന്റെ കാർഷിക വിളകളെ സംരക്ഷിക്കാനും സൗരോർജ്ജ തൂക്കുവേലികൾ ആശ്വാസമാവുകയാണ്. മന്ത്രി OR കേളുവിന്റെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 51 ലക്ഷം രൂപ ചെലവിൽ തിരുനെല്ലി പഞ്ചായത്തിലെ ഇരുമ്പുപാലം മുതൽ കാപ്പിക്കണ്ടി വരെയുള്ള 6 കിലോമീറ്റർ ദൂരത്തിലാണ് ഇത്തവണ സൗരോർജ്ജ തൂക്കുവേലി നിർമ്മാണം ആരംഭിച്ചത്. മുത്തുമാരി മുതൽ കാപ്പിക്കണ്ടി വരെ 1 വർഷം മുൻപ് നടപ്പിലാക്കിയ ഫെൻസിംഗും വിജയം കണ്ടിരുന്നു. 2 കോടി രൂപയാണ് വന്യജീവികളിൽ നിന്നും കാർഷിക വിളകളെ സംരക്ഷിക്കാനായി ഇതുവരെ ചെലവഴിച്ചത്. നമ്മുടെ വയനാട് ജില്ലയിൽ ഇപ്പോൾ 10-25 കോടി രൂപ മുടക്കി മറ്റേ ക്രാഷ് ഫെൻസിങ്, റെയിൽ ഫെൻസിങ് പോലെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ കുറേ ക്രമീകരിച്ചു കഴിഞ്ഞു. അതിന് പുറമെയാണ് ഇപ്പം നമ്മൾ പുതിയ ഹാങ്ങിങ് ഫെൻസിങ് കൂടി നമ്മൾ ജില്ലയുടെ പല ഭാഗത്തും നമ്മൾ ഇപ്പോൾ നടപ്പാക്കി വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനന്തവാടി ഈ നിയോജക മണ്ഡലത്തിൽ MLA എന്ന നിലയ്ക്ക് എൻ്റെ പ്രാദേശിക ഫണ്ട് 2 കോടി രൂപ നമ്മൾ ഈ തിരുനെല്ലി പഞ്ചായത്തിലും അതുപോലെ തന്നെ തവിഞ്ഞാല് മാനന്തവാടി പഞ്ചായത്തിലേക്കായിട്ട് നമ്മൾ നീക്കി വെച്ച് അതിൻ്റെ പ്രവർത്തനവും നമ്മൾ കുറേ ഭാഗം നമ്മൾ ഹാങ്ങിങ് ഫെൻസിങ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ചെയ്തിടത്തോളം നല്ല ഒരു പെർഫെക്റ്റായിട്ട് വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ ഏറ്റവും പുതിയ ആധുനിക ഒരു ഫെൻസിങ് സംവിധാനം എന്ന നിലയ്ക്കാണ് നമ്മളിതിന് ഉപയോഗപ്പെടുത്തുന്നത്. തിരുനെല്ലി പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യമുള്ള പ്രദേശത്ത് പദ്ധതി നടപ്പിലാക്കുമ്പോൾ നാട്ടുകാർക്കിത് ഏറെ ആശ്വാസം കൂടിയാണ്. വന്യമൃഗശല്യങ്ങളെ കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്, ആശ്വാസമുണ്ട്. അപ്പം ഈ ഫെൻസിങ് വന്നതോടുകൂടി ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ പാലോത്സവത്തൊക്കെ നടന്ന പോലെ തന്നെ ഇത് ഫുള്ളും കപ്പിക്കണ്ടി മുതൽ നടന്ന് പൂർത്തീകരിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്ന ഒരു കാര്യമാണിത്. ആലത്തൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള പാടശേഖരങ്ങൾ ഈ പ്രദേശത്താണുള്ളത്. ബേലൂർ മഗ്ന എന്ന ആന ദിവസങ്ങളോളം തമ്പടിച്ച പ്രദേശത്ത് കൂടിയാണ് ഈ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, വയനാട്.